കഴിഞ്ഞോ? അതോ ഇനിയും വല്ല ആഗ്രഹം ബാക്കിയുണ്ടോ? ചേച്ചിയും കുടുംബവും പോയി, ഇനി ഇവിടെ പലരും. എല്ലാരും തമ്മിലടിപ്പിച്ച് ഈ കുടുംബത്തിന്റെ സ്വസ്ഥത പൂർണ്ണമായി നശിപ്പിച്ച നിനക്ക് സമാനാവോ? നിന്നെപ്പറ്റി എല്ലാം അറിയാമെന്ന് ഞാൻ അഹങ്കരിച്ചിരുന്നു. കോമൺ സെൻസ് ഇല്ലാത്ത ചന്ത പെണ്ണുങ്ങളെ പോലെ നീ ഇത്രമാത്രം അതപ്പതിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാനിങ്ങനെ അതപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അത് സീതോടിന്റെ കൂടെ വന്നതിന് ശേഷം. ഇപ്പൊ പറഞ്ഞല്ലോ, ഞാനാണ് അവരെ തമ്മിലടിപ്പിച്ചതെന്ന്. മുഖത്തോട് മുഖം നോക്കി തമ്മിലടിച്ച് കടിച്ചു കീറാൻ നിൽക്കുന്ന അവരെ ഞാൻ തമ്മിലടിപ്പിച്ചത്രേ. അതൊക്കെ കുടുംബക്കാരുടെ രക്തത്തിൽ നേരത്തെ ഉള്ളതാ. അതിനകത്ത് നിങ്ങൾക്കെങ്കിലും കുറച്ചെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവുമെന്ന് ഞാൻ കരുതി. ഇവിടെ ആർക്കും അറിയില്ല സ്നേഹം എന്ന ഒരു വാക്കിന്റെ അർത്ഥം പോലും. കൂടോത്രം ചെയ്താലും നിന്നോട് എനിക്ക് സ്നേഹം ഉണ്ടാവാൻ പോകുന്നില്ല. സ്നേഹം തോന്നുന്ന രീതിയിൽ ഇങ്ങോട്ട് പെരുമാറാൻ പഠിക്കണം. എല്ലാരും അത് പഠിക്കണം. നീ ഉദ്ദേശിക്കുന്ന സ്നേഹം എന്താ? നേരം വെളുക്കുമ്പോ തൊട്ട് രാത്രി വരെ നിന്നെ കെട്ടിപ്പിടിച്ചോണ്ട് ആ കട്ടിൽ കിടക്കുന്നോ? അതോ നീ പറയുന്ന പമ്പര വിട്ടിത്തരങ്ങളൊക്കെ കേട്ട് ആസ്വദിച്ച് ഒരു മണ്ടനെ പോലെ പൊട്ടിച്ചിരിക്കുന്നോ? കല്യാണം കഴിച്ചുകൊണ്ട് മാത്രം സ്നേഹം ഉണ്ടാവില്ല. നീ പറയുന്നത് എനിക്കും ഞാൻ പറയുന്നത് നിനക്കും മനസ്സിലാവണം. സ്നേഹിക്കാൻ ഇങ്ങനെ കുറെ നിബന്ധനകൾ ഉണ്ടെന്ന് പണ്ടൊരിക്കൽ എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ. പറഞ്ഞാലും മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ടോ നിനക്ക്? ബുദ്ധിയില്ലാത്ത എന്നെ നീ എന്റെ പാലാണ്, തേനാണ്, ചക്കരക്കുടാണെന്നൊക്കെ പറഞ്ഞു പുകഴ്ത്തിയിരുന്ന നിങ്ങൾക്കിപ്പോ ഞാനിപ്പോ ഒന്നിനും കൊള്ളാത്തവളായി. നിങ്ങൾക്കിപ്പോ എന്നോട് വെറുപ്പാണ്. എന്നോ ഒരിക്കൽ നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നു. അതിനുള്ള തെളിവായിരുന്നു ഈ കത്തുകൾ. അത് നിങ്ങൾ നശിപ്പിച്ചു. ഇനി എനിക്കൊന്നുമില്ല. ജീവിതം എന്നറിയാത്ത കുട്ടിക്കാലത്ത് ഞാൻ എഴുതി കൂട്ടിയ ചവറുകളെല്ലാം ഇത്രയും കാലം സൂക്ഷിച്ചതിന് നീ ഒരു മനോരോഗി ആയതുകൊണ്ടാണ്. റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികൾ റെഫറൻസ് ബുക്ക് നോക്കുന്ന പോലെ ബാലിശമായി ഞാൻ എഴുതിയ കത്തുകളിലെ വരികളെ കടിച്ചുപോയി കിടക്കാണ് നീ. ഒരിക്കലും അങ്ങനെ എന്തൊക്കെ പറഞ്ഞു എന്ന് വെച്ച് ജീവിതകാലം മുഴുവൻ അതിനെ ഒരു കുരിശാക്കി എന്റെ തലയെ കെട്ടിവെക്കാൻ ശ്രമിക്കാൻ നീ. ഇനി എന്നെ കിട്ടില്ല, മനസ്സിലായി? എല്ലാം എന്റെ തെറ്റാ. നിങ്ങളോടൊപ്പമുള്ള ജീവിതം സ്വർഗ്ഗമായിരിക്കുന്നു വെറുതെ ഞാൻ മോഹിച്ചു. ദുഷ്ടനാ നിങ്ങൾ, സ്നേഹമില്ലാത്തവനാ. ചിലപ്പോ നിങ്ങൾക്ക് സ്നേഹിക്കാൻ ഞാനല്ലാതെ വേറെ പെണ്ണുങ്ങൾ കാണും. ഇത്ര ചീപ്പാണോ നീ? ഇത്ര വൃത്തിയായിട്ട് മനസ്സാണോ നിനക്ക്? നിങ്ങൾ എന്നെ തല്ലി, ഇപ്പൊ എല്ലാം പൂർത്തിയായി. മതി, ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല. നോക്കിക്കോ. നീ എവിടെയെങ്കിലും ജീവിക്കും, മരിക്കും, എന്തെങ്കിലും ചെയ്യും. എവിടെയായിരുന്നു? ചോദിച്ച കേട്ടില്ലേ? ഇപ്പോൾ രാത്രി ഒരുപാട് വൈകിപ്പോയി. നാളെ നേരം വിളിക്കുമ്പോ ഇവിടുന്ന് യാത്ര പുറപ്പെടാൻ ഒരുങ്ങിക്കൊള്ളൂ. നിന്റെ വീട്ടിലേക്ക്. പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല എന്ന് പൂർണ്ണമായി ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ വേഗം അകലുന്നതല്ലേ നല്ലത്. വേണ്ട, ആ വിളി കേട്ട് സന്തോഷിച്ചിരുന്ന സേതു ഇപ്പോഴില്ല. അധികം സംസാരിച്ച് കൂടുതൽ വഷളാക്കണ്ട. വെറുതെ പോലും ഇങ്ങനൊന്നും പറയരുത്. ഞാൻ തകർന്നു പോവും, എനിക്ക് വേദനിക്കും. എന്നെ ഓർത്തില്ല, എന്നെ കണ്ടില്ല എന്നല്ലാതെ നീ എപ്പോഴെങ്കിലും എന്നെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ? നിന്നെ കാണാനില്ല എന്നറിഞ്ഞത് മുതൽ ഞാൻ അനുഭവിച്ച വേദന, ഞാൻ തിന്ന തീ, നിന്നെ കുറിച്ച് മാത്രം ആലോചിക്കുന്ന നിനക്കത് മനസ്സിലാവില്ല. എന്തായിരുന്നു ഉദ്ദേശം? എന്നെ ഭയപ്പെടുത്തി സ്നേഹം സമ്പാദിക്കാനോ? അതോ എന്റെ ഒരു നല്ല ദിവസം നശിപ്പിച്ച് സന്തോഷിക്കാനോ? ഒരു സമാധാനത്തിന് വേണ്ടി ശ്യാമയുടെ വീട് വരെ അവിടെ നിന്റെ അമ്മയുടെ സമാധാനിപ്പിക്കാൻ. സേതോട്ടാ, ഇത്തരത്തിലുള്ള വാക്കുകളൊന്നും എന്നോട് ഒരിക്കലും. കുറെ അധികം ചക്കര വാക്കുകൾ ഊട്ടി വളർത്തി നിന്നെ ഞാൻ വഷളാക്കി. ആ സേതു ചത്തു. പുതിയ സേതുവിന് എടുത്താൽ പൊങ്ങാത്ത ഭാരമാണ് നീ ഇപ്പോ. എന്നെ മനസ്സിലാക്കാൻ കഴിയാതെ എന്നെ സ്നേഹിച്ച് കൊല്ലുന്നൊരു ഭാര്യയെ സഹിക്കാൻ ഇനി എനിക്ക് വയ്യ. ഇത്ര ക്രൂരമായി. ക്ഷമിക്കണം, ക്രൂരമാണ്, അറിയാം. ഇതിലും ക്രൂരമായിട്ട് എന്തെങ്കിലും നാളെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാനെടുത്ത ഉറച്ച തീരുമാനമാണ്. നമുക്ക് പിരിയാം, നമുക്ക് പിരിയാം. സൂപ്പർ അമ്മയും മകളും